അദ്ദേഹത്തിന് ഏകദേശം 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും, അതേപോലെ തന്നെ ഏകദേശം 500 മില്യൺ ആട്ടോ, 500 മില്യൺ ആണ് ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും കൂടെ അദ്ദേഹത്തിനുള്ളത്. ഫേസ്ബുക്കിലാണെങ്കിൽ പറയണ്ട 100 മില്യൺ, അതായത് ഏകദേശം 78 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിനുള്ളത്. എല്ലാവർക്കും ടെക് ഫോർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് മെഹബൂബ് ആണ്, ഞാൻ വയനാട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം ഒരാളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിൻ ബീബർ എന്നാണ്. അദ്ദേഹം കാനഡിയൻ വംശജനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വയസ്സ് 25, അതായത് എൻ്റെ വയസ്സും നിങ്ങളെ വയസ്സും. ഓക്കെ, അപ്പോൾ 25 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ ഏകദേശം 3 രാജ്യങ്ങളിലെ പെൺകുട്ടികൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. എന്തിനു വേണ്ടി? പ്രേമിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തെ ഏകദേശം 3 രാജ്യങ്ങളിലെ ലേഡീസാണ് അദ്ദേഹത്തെ പ്രേമിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 14 ഗേൾ ഫ്രണ്ട്സുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാരീഡാണ്. എന്നിട്ടും 14 ഗേൾ ഫ്രണ്ട്സുകൾ അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം മീൻസ് ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന 25-കാരനുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. എന്നെ വണ്ടർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, എന്തെങ്കിലും സെലിബ്രിറ്റി ആയിട്ട് അദ്ദേഹം വരുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് സ്റ്റേജിലോട്ട് വരുന്ന സമയത്തോ, അദ്ദേഹത്തിന് ഫാൻസ് ആ വ്യക്തിയെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റുന്ന അവസ്ഥ വരെ ആ ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ആക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഫാൻസിൻ്റെ മുന്നോട്ട് വരുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു മീനിങ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു സിംഗർ ആയതുകൊണ്ടാവാം, ഇനി അതല്ല അദ്ദേഹം ഒരു ആക്ടർ ആയതുകൊണ്ടാവാം, ഇനി അതല്ല അദ്ദേഹം ഒരു എന്താ പറയുക നിർമ്മാതാവ് ആയതുകൊണ്ടാവാം. പക്ഷേ ലേഖനങ്ങളിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതെന്ന് വെച്ചാൽ നീറ്റ് ബിഹേവ് ആണ്, അതുകൊണ്ടാണെന്നാണ് ലേഡീസൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോളോവറായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലൊരു ഫംഗ്ഷൻ അതായത് ഇന്ത്യയിൽ ജസ്റ്റിൻ ബീബറിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെച്ചപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് കോടികൾ മീൻസ് കിട്ടിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് തീർന്നു പോയി. അപ്പോൾ അമ്മാതിരി ഫാൻസാണ്, അതായത് അമ്മാതിരി ഫാൻസ് ആണ് ലേഡീസ് കേട്ടോ. ജെൻസ് ഫാൻസ് ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ട്, യൂട്യൂബിൽ തപ്പിയ സമയത്തോ, ഇനി അതല്ല ഗൂഗിളിൽ തപ്പിയ സമയത്തോ, ലേഡീസ് വെച്ച് ജെൻസ് ഒരു ഫാൻസ് ഞാൻ ഈ ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ആക്ടറിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ലേഡീസാണ് അദ്ദേഹത്തിന് ഉള്ള ഏറ്റവും വലിയ ഫാൻസ്. നമ്മൾക്ക് ഒരാളെങ്കിലും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്താണ് അതുപോലത്തെ വലിയൊരു എന്താ പറയുക ആക്ടറിന് 3 രാജ്യങ്ങളിലെ ഫാൻസ്, ലേഡീസ് ഫാൻസ്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അധികം അറിവില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ അതല്ല യൂട്യൂബിലോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ അതായത് ആ ആക്ടർ വരുന്ന സമയത്ത് ഫാൻസുകളൊക്കെ കരയുന്നു എന്ന് പറയുന്നത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല, സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുക, അതൊന്ന് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോക്ക് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ അതായത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.